വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ നാളെ നടക്കും. മെഡിക്കൽ ബോർഡ് ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരും. ഇതിനിടെ ഉഷയുടെ മകനെ ഫോണിൽ വിളിച്ച ആരോഗ്യമന്ത്രി ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉഷ ജോസഫിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. ഇതിനുശേഷം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് CT സ്കാന് വിധേയമാക്കിയിട്ടുണ്ട്. CT സ്കാൻ ചെയ്ത ശേഷം അതിൻ്റെ ഫലം പരിശോധിച്ച ശേഷമാണ് ശസ്ത്രക്രിയ നാളേക്ക് എന്ന രീതിയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അവരുടെ കൂടി ഒരു അവലോകനത്തിന് ശേഷമാണ് ഒരു അന്തിമ നിർണയത്തിലേക്ക് പോവുക. ഏതായാലും ശസ്ത്രക്രിയ നാളെ എന്ന രീതിയിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അവരെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിയമപരമായി ഈ അനാസ്ഥയ്ക്കെതിരെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ ഉഷ ജോസഫിൻ്റെ മകൻ ഷിബിൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിൽ ഷിബിനെ വിളിച്ച് ആരോഗ്യമന്ത്രി സംസാരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഷിബിൻ പറഞ്ഞിരുന്നു ആരും ഇതുവരെയും തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന ആദ്യ പ്രതികരണങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഇന്ന് ഉച്ചയോടുകൂടി ഷിബിനോട് ആരോഗ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു. ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നതെല്ലാം തന്നെ അവർ ഷിബിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. പുലർച്ചെ അവരെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത്. അതിനുശേഷമാണ് പിന്നീട് CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് അവരെ വിധേയമാക്കിയത്. ഇതിനുശേഷമാണ് ഒരു വിവിധ വിഭാഗങ്ങളടങ്ങിയ മെഡിക്കൽ ബോർഡിലെ വിവിധ വിഭാഗങ്ങളടങ്ങിയ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും അവർ ഇന്ന് വൈകുന്നേരം വിശദമായിട്ട് അവരുടെ ആരോഗ്യനില പരിശോധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ CT സ്കാൻ ഫലങ്ങൾ പരിശോധിക്കും. ഏതായാലും ശസ്ത്രക്രിയ അത് നാളേക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.